വരട്ടെ, തീരുമാനം ഫൈനലായിട്ട് വരട്ടെ, അപ്പോൾ നമ്മൾ പ്രതികരിക്കാം. CPI ഇതുവരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ശക്തമായ നിലപാട് സ്വീകരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. CPIയുടെ ഘടകങ്ങളും ജനങ്ങളും CPI നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നു. അവരുടെ കമ്മിറ്റിയുടെ വികാരവും അതാണ്. CPMൻ്റെ വലിയേട്ട മനോഭാവം നമുക്കറിയാമല്ലോ. CPI വഴങ്ങുമെന്ന് കണ്ട് കാത്തിരുന്ന് കാണാം. ഇതാദ്യത്തെ ശ്രമമല്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കുഞ്ഞനന്തൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കാൻ ശ്രമം നടന്നിരുന്നു. രമയുടെ വീട്ടിൽ പോലീസ് പോയിരുന്നു. രമയുടെ വീട്ടിൽ അവിടുത്തെ തഹസിൽദാർ പോയിരുന്നു രമയുടെ അഭിപ്രായം ചോദിക്കാൻ. ഞങ്ങൾ അസംബ്ലിയിൽ അന്ന് ഞാൻ തന്നെയാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. അതിൻ്റെ ലീഗൽ ആസ്പെക്റ്റ് ചൂണ്ടിക്കാട്ടി അതിന് മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ആ ഉദ്യമത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ടതായിട്ട് വന്നു. വീണ്ടും പ്രതികളെ എന്താണ് TP കേസിലെ വിധിന്യായം? കോഴിക്കോട് പ്രത്യേക കോടതി പറഞ്ഞിട്ടുണ്ട്, ഈ ജീവപര്യന്തം എന്ന് പറയുന്നത് അവർ പൂർണ്ണമായിട്ടും അനുഭവിക്കുക തന്നെ വേണം. അതിനിടയിൽ ഒരു ശിക്ഷ ഇളവും പാടില്ല. ഇതൊരു കോൾഡ് ബ്ലഡഡ് ബ്രൂട്ടൽ നരഹത്യയാണ്, പ്ലാൻഡ് നരഹത്യയാണ്, ആസൂത്രിത കൊലപാതകമാണ്. ഗൂഢാലോചനയിൽ പോലും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷ ഇളവ് നൽകാൻ പാടില്ല എന്ന വിചാരണ കോടതിയുടെ വിധി നിലനിൽക്കെയാണ് നിയമവിരുദ്ധമായിട്ട് ഇപ്പോഴും പ്രതികളെ സംരക്ഷിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യിച്ച കൊലപാതകമാണ്. പ്രതികൾ വാടക കൊലയാളികളാണ്. അവരെ സംരക്ഷിക്കാൻ പാർട്ടി എല്ലാ നിയമവിരുദ്ധ നടപടികളും സ്വീകരിക്കുകയാണ്. അതിനെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായിട്ടും നേരിടുക തന്നെ ചെയ്യും. CPMൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഈ നിയമവിരുദ്ധ നിലപാടുകളും ശ്രമങ്ങളും പരാജയപ്പെടും. പരമാവധി വേഗത്തിലുണ്ടോ? പരമാവധി വേഗം. തർക്കങ്ങൾ കോൺഗ്രസിൻ്റെ അകത്ത് സ്വാഭാവികമാണ്. എല്ലാ തർക്കങ്ങളും തീർന്നു വരികയാണ്. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. പ്രധാനമായും രാഷ്ട്രീയ കാര്യങ്ങളാണ്. അതിനിടയിൽ സംഘടനാ കാര്യങ്ങളും വരാം. ഇല്ലില്ല, വേറെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ പ്രോസസ്സിലേക്കല്ല, നീണ്ടില്ലല്ലോ. ഞങ്ങൾ ശബരിമലയിലെ സമര പരിപാടികളായിരുന്നില്ലേ? 9-ാം തീയതി സമരസംഗമം നടന്നു. 4 പ്രധാനപ്പെട്ട നേതാക്കന്മാർ നയിച്ച ജാഥകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ സമാപനം നടന്നു ചെങ്ങന്നൂരിൽ. 12 അത് UDF അടിസ്ഥാനത്തിൽ നടന്നു. വീണ്ടും അതിൻ്റെ പ്രോസസ്സിലേക്ക് മുന്നോട്ട് പോയി. ചുമതല അപ്പം തന്നെ ഏറ്റല്ലോ. എന്നെ പ്രത്യേകം വേണ്ട. ഇന്നലെ യൂത്ത് കോൺഗ്രസ് ചാർജ് എടുത്തു. ഇന്നിപ്പോൾ ഞങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചു. NGO അസോസിയേഷൻ്റെ സമ്മേളനമായിരുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്